കൈൻഡ്സ് ഓഫ് കൈൻഡ്നസ്. ആദ്യമേ പറയാം, ഈ ഒരു സിനിമ എല്ലാവരെയും കൊണ്ട് കാണാൻ പറ്റില്ല. കാരണം വളരെ പതുക്കെയാണ് ഈ ഒരു സിനിമ പോകുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സിനിമ 2.25 മണിക്കൂറുണ്ട് എന്നുള്ളതാണ്. യോർഗോസ് ലാന്തിമോസ് ആണ് സിനിമയുടെ ഡയറക്ടർ. പൂർ തിങ്സിൻ്റെ സെയിം ഡയറക്ടർ തന്നെയാണ്. പൂർ തിങ്സ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം എങ്ങനെയാണ് പുള്ളി ആ ഒരു സിനിമ ചെയ്തിട്ടുള്ളതെന്നും അതിൻ്റെ സ്റ്റോറി എങ്ങനെയാണ് കൊണ്ടുപോയിട്ടുള്ളതെന്നും അതിനകത്ത് പെർഫോമൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത്. 2023 പൂർ തിങ്സ് പുള്ളി ഡയറക്റ്റ് ചെയ്തു. എമ്മ സ്റ്റോണിന് ബെസ്റ്റ് ആക്ട്രസിനുള്ള ഓസ്കാർ കിട്ടി. 2024 ഈ ഒരു സിനിമ ചെയ്യുന്നു. ഇത് ഒരു അബ്സ്ട്രാക്റ്റ് ആന്തോളജിയാണ്. അതായത് ഒരു സിനിമയിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഷോർട്ട് ഫിലിമുകളുണ്ട്. ഇതിൽ 3 സിനിമകളാണ് ഈ ഒരു സിനിമയിലുള്ളത്. അതിൽ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ഡെത്ത് ഓഫ് RMF, രണ്ടാമത്തെ സിനിമ RMF ഈസ് ഫ്ലൈയിങ്, മൂന്നാമത്തെ സിനിമ RMF ഈറ്റിംഗ് എ സാൻഡ്വിച്ച് എന്നുള്ളതാണ്. അങ്ങനെ 3 സിനിമകൾ. അതിൽ ഒരു സിനിമ 45 to 50 മിനിറ്റുകളൊക്കെ കാണും. ഈ ഒരു സിനിമ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി മാത്രം എടുത്തു വെച്ചിട്ടുള്ളതാണ്. അതായത് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നവർക്ക് പെർഫോം ചെയ്യാനുള്ള എല്ലാ സിറ്റുവേഷനും ഈ ഒരു സിനിമയിലുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ ഒരു സിനിമ ചെയ്തിട്ടുള്ളത്. ഈ 3 സിനിമയിലും സെയിം ആക്ടേഴ്സ് തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. സെയിം ഡയറക്ടർ തന്നെയാണ് 3 ഷോർട്ട് ഫിലിമുകളും ചെയ്തിട്ടുള്ളത്. പുള്ളി എനിക്ക് തോന്നുന്നു ഒരു സിനിമയായിട്ട് ഇതിനെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ലാഗാകും. എന്താ വെച്ചാൽ 50 മിനിറ്റ് തന്നെ ആദ്യത്തെ സിനിമ ഇരുന്ന് കണ്ടത് ഭയങ്കര ബുദ്ധിമുട്ടിയാണ്. കാരണം അത്രയും സ്ലോയിലാണ് പോകുന്നത്. ഓരോ സീനുകളും ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് കൊണ്ടുപോകുന്നു. ഭയങ്കര സ്ലോ പേസിൽ കൊണ്ടുപോകുന്നു. നമ്മളൊരുമാതിരി അങ്ങ് ഒരു വല്ലാത്ത സിറ്റുവേഷനിൽ കൊണ്ടുപോകുന്ന രീതിയിലാണ് ഇത് ഡയറക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് പെർഫോമൻസുകൾ എടുത്തു പറയേണ്ടതാണ്. ഇതിനകത്ത് വില്യം ഡഫേ ഉണ്ട്. വില്യം ഡഫേയുടെ പിന്നെ പറയണ്ട, പുള്ളിക്ക് ഏത് റോൾ എടുത്താലും ചെയ്യും. എമ്മ സ്റ്റോൺ ഉണ്ട്. എമ്മ സ്റ്റോണിനും എന്ത് വീട് റോൾ എടുത്താലും എമ്മ സ്റ്റോണും ചെയ്യും. ജെസ്സി പ്ലീമൻ ഉണ്ട്. ജെസ്സി പ്ലീമൻ ഇതിനകത്ത് അങ്ങ് പെർഫോം ചെയ്തത് ആർക്കാണ്? ഇതിനകത്ത് പൂർ തിങ്സിൽ ഇല്ലാതിരുന്ന ഒരാൾ ജെസ്സി പ്ലീമനാണ് ഇതിൻ്റെ ലീഡിങ് റോൾ ചെയ്തിട്ടുള്ളത്. അല്ലാതെയും കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്, നമുക്കറിയാവുന്ന കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഇവരെയും 3 പേരെയും ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ കൂടുതലായിട്ടും പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇവരെയും 3 പേരെയും പറഞ്ഞത്. ബാക്കിയുള്ളവരുടെ പെർഫോമൻസും ഗംഭീരമാണ്. അവർക്കും ആർക്കൊക്കെ സ്ക്രീനിൽ ടൈം ഉണ്ടോ അവരെല്ലാം പെർഫോം ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത്യാവശ്യം ന്യൂഡിറ്റിയും കുറച്ച് സെക്ഷൽ സീൻസും ഒക്കെ ഉള്ള ഒരു സിനിമയാണിത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഒരു ആക്ടേഴ്സിന് തന്നെ പുള്ളി ചെയ്തത്. പ്രത്യേകിച്ച് എമ്മ സ്റ്റോൺ ആ പൂർ തിങ്സിൽ ഭയങ്കര പെർഫോമൻസ്, എന്ത് സാധനം വേണമെങ്കിലും പുള്ളിക്കാരി ചെയ്യും എന്നുള്ള രീതിയിലാണ്. അതായത് ഒരു ക്യാരക്ടറിന് വേണ്ടി എന്ത് ചെയ്യണമോ ഒരു ലിമിറ്റില്ല, ലിമിറ്റ്ലെസ് ആയിട്ട് അങ്ങ് ചെയ്യുകയാണ്. എന്ത് ഡയറക്ടറിന് എന്ത് ഔട്ട്പുട്ടാണ് വേണ്ടത് അത് വേണം എന്നുള്ള രീതിയിലാണ് എമ്മ സ്റ്റോൺ ചെയ്തത്. വില്യം ഡഫേ അതേപോലെ തന്നെയാണ്. ഇതിനകത്ത് ജെസ്സി പ്ലീമനും അതേ സെയിം അവരുടെ ലിമിറ്റിലേക്ക് കയറി എന്നിട്ടാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. 3 സിനിമകളും 3 ഡിഫറൻറ്റ് രീതിയിലാണ് പോകുന്നത്. ആദ്യത്തെ സിനിമ ഇത് പ്രത്യേകിച്ച് ഒരു നോർമൽ സിനിമ എന്ന് പറയാൻ പറ്റില്ല. ഒരു കുറച്ച് ഫാൻറ്റസി ഉള്ള സിനിമ കേട്ടായാണ് ഈ ഒരു സിനിമ. അത് പ്രത്യേകിച്ച് അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്ന സാധനം കുറച്ച് ഫാൻറ്റസി, അതായത് ക്യാരക്ടേഴ്സിൻ്റെ ബിഹേവിയർ എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ഒരു സിനിമ പോകുന്നത്. ഓരോ ക്യാരക്ടേഴ്സ് ഓരോ സിറ്റുവേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ള സാധനങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിൽ കാണിച്ചു പോകുന്നത്. 3 ഡിഫറൻറ്റ് സ്റ്റോറീസാണ്. 3 തരത്തിലുള്ള സ്റ്റോറീസാണ്. ഇതിലെ ഫസ്റ്റ് സ്റ്റോറി അത്ര ഭയങ്കര വിയേഡെന്നൊന്നും പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റോറി ഭയങ്കര വിയേഡെന്ന് വെച്ചാൽ സെക്കൻഡും തേർഡും എനിക്ക് ഭയങ്കര വിയേഡായിട്ട് തോന്നി. പ്രത്യേകിച്ച് മൂന്നാമത്തെ സ്റ്റോറി നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഇവരെന്താണ് ഉദ്ദേശിച്ചത്, അല്ല ഈ ഒരു പ്രത്യേകിച്ച് കുറേ ഒരു ഓർഗനൈസേഷനെ കാണിക്കണം. ആ ഒരു ഓർഗനൈസേഷൻ എന്താണ് എന്ന് നമ്മളെ കൺഫ്യൂസിങ് ആക്കുന്ന രീതിയിലാണ് സിനിമ കൊണ്ടുപോകുന്നത്. ക്ലൈമാക്സ് എന്ന് പറയുന്നത് സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഈ ആദ്യത്തെ സീൻ, അതായത് സിനിമയുടെ ഫസ്റ്റ് സീൻ കാണിക്കുന്നതിൽ എന്താണോ അവർ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു സിനിമ തീരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ പോകുന്നൊരു സിനിമ. സെക്കൻഡ് സിനിമ ഈസ് എന്താണ് പറയേണ്ടത്, അതിനെ ഭയങ്കര രീതിയിൽ ഫാൻറ്റസി ആയിട്ടുള്ളൊരു സിനിമ, അല്ലെങ്കിൽ ഇതിനെ ഏലിയൻ എന്ന് പറയണോ എന്തോ വേറൊരു സാധനം. അതിനെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഇപ്പം ഈ സിനിമ നമ്മൾ കണ്ട ഒരാളടുത്ത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് സിനിമയുടെ സ്റ്റോറി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തെങ്കിലേ പറ്റുള്ളൂ എന്നൊരു സാധനമാണ്. അതിനകത്ത് പെർഫോമൻസസ് ആണ്. ഈ 3 സിനിമയിലും എനിക്ക് അവസാനത്തെ സിനിമയിൽ എമ്മ സ്റ്റോണിന് പെർഫോം ചെയ്യാനാണ് കൂടുതൽ അവസരം കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ 2 സിനിമയിലും ജെസ്സി പ്ലീമനാണ് പെർഫോം ചെയ്ത് തകർത്തിട്ടുള്ളത്. ഒരു രക്ഷയില്ല, മാസമായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട് അതിൻ്റെ പെർഫോമൻസ്. അത് ഓരോ സീനുകളും പുള്ളി ക്ലോസപ്പൊക്കെ കാണും, വേറെ ലെവലിനായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അടിപൊളി സിനിമയാണ്. പക്ഷേ ഇത് കണ്ടു തീർക്കുക എന്നുള്ളതൊരു ഭയങ്കര ടാസ്ക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അത്രയ്ക്ക് 2.25 മണിക്കൂർ നമുക്കൊരു 5 മണിക്കൂറായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയാണ് സിനിമ ചെയ്തു വെച്ചിട്ടുള്ളത്. പക്ഷേ കണ്ടിരിക്കണം, അത് കണ്ടിരുന്ന് നമ്മൾ സർവൈവ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരെയും കൊണ്ട് ഇത് കണ്ടു തീർക്കാൻ പറ്റില്ല എന്നുള്ളത്. ചിലർ ആദ്യത്തെ 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതെന്ത് സിനിമയാണ്, ഇതെന്തിനാണ് ഇത്രയും സ്ലോയിൽ പോകുന്നത്,
ഇതിലും സ്ലോയിൽ പോകാൻ പറ്റില്ല. അമൽ നീരതൊക്കെ ഇതിൽ സ്പീഡിൽ പോകുമല്ലോ. അമൽ നീരത് സ്ലോ മോഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സീനിലെ വലിച്ചു നീട്ടുകയാണ്. ഓരോ സീനെയും വലിച്ചു നീട്ടി, അതായത് ഒരു 10 സെക്കൻഡിൽ കാണിക്കേണ്ട സീനെ ഒരു 30 സെക്കൻഡിൽ കാണിക്കും. അത്രയ്ക്ക് ഡീറ്റെയിലിംഗ് ആയിട്ടാണ്, അതായത് അവരുടെ നടത്തം, അവരുടെ എക്സ്പ്രഷൻസ്, അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതെല്ലാം കാണിച്ചു പോകുന്നൊരു സിനിമ. അത് നിങ്ങൾ കണ്ടിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഭയങ്കര സിനിമ ആരാധകനാണെന്നൊക്കെ ഞാൻ വേണമെങ്കിൽ പറയാം. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. ജെസ്സി പ്ലീമൻ അടുത്തൊരു ഓസ്കാറിൻ്റെ സമയത്ത് എന്തായാലും ഒരു നോമിനേഷനിൽ വരും. ഇത് ഓസ്കാർ കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, മേ ബി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷേ എന്തായാലും നോമിനേഷനിൽ വരും. എമ്മ സ്റ്റോണിൻ്റെ കാര്യം പറയാൻ പറ്റില്ല, കാരണം അത്ര പെർഫോമൻസ് ജെസ്സി പ്ലീമാനായിട്ട് നോക്കുമ്പോൾ അത്രയ്ക്കില്ല. പൂർ തിങ്സിന് അത്രയൊന്നുമില്ല, പക്ഷേ ഉണ്ട്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക സിനിമ. കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഒരു ക്ലാസിക് സിനിമയാണ് സാധനം. അപ്പം അതാണ് കൈൻഡ്സ് ഓഫ് കൈൻഡ്നെസ്സിൻ്റെ റിവ്യൂ. നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ്. അതുവരെ ബൈ ഗൈസ്.